ഇന്നെന്താ ഇത്രയും താമസിച്ചത്? എന്തേ ഇന്ന സമയത്ത് വീട്ടിൽ വന്ന് കേറിക്കോളാന്ന് ടൈം ടേബിൾ വെച്ചിട്ടുണ്ടോ? ഇന്ന് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ഷട്ടർ ഇട്ട് പോകാൻ ഇത് പലചരക്ക് കടയൊന്നും അല്ല, പോലീസ് സ്റ്റേഷനാ. പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും സേവനം നൽകാൻ തയ്യാറായി സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ തന്നെ ഞാൻ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നു? നീയൊക്കെ എന്ത് ജോലിയാ ചെയ്യുന്നേ? ജോലി ചെയ്യുന്നു എന്നല്ലേ ഇതിനെ പറയണ്ട, വന്നിരിക്കുന്നു എന്ന്. ദേ പ്രതാപേട്ട, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു വനിതാ പോലീസിന്റെ വീര്യം കെടുത്തല്ലേ? പറഞ്ഞേക്കാം. വീര്യം എന്നെ തല്ലണ്ടപ്പ, ഞാൻ നന്നാവൂലെന്ന് ശാഠ്യം പിടിച്ചിരിക്കുന്നവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോൾ ഉറങ്ങിയോ? മോളുടെ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ പ്രതാപേട്ടനെ കാത്തിരുന്നേ. അവക്കെന്തു പറ്റി? മോളെ അവളുടെ മിസ് തല്ലി. കാലിൽ അടിയുടെ പാട് തിണർത്ത് കിടക്കുക, കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാ നീ ഇനി അതിലോട്ട് നോക്കണ്ട പ്രതാപേട്ട, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. കുട്ടികൾ അങ്ങനെ തല്ലാൻ പാടുണ്ടോ? പ്രതാപേട്ട നാളെ സ്കൂൾ വരെ പോയതൊന്ന് ചോദിക്കണം. എന്ത്? മോളെ എന്തിനാ തല്ലി ചതച്ചേന്ന്. നമ്മുടെ മോളെ അങ്ങനെ കണ്ടവളുമാരൊന്നും തല്ലണ്ട. കണ്ടവളുമാരോ? അവളുടെ ടീച്ചറല്ലേ തല്ലിയത്? ചോദിക്കുന്ന ഫീസും ഡൊണേഷനും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ തല്ലുന്നേ? അയ്യോ എന്റെ ആലിസേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അടിയുടെ പാട് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. വേണേ കാണിച്ചു തരാം. പ്രതാപേട്ടന് തമാശ, എന്റെ ചങ്ക പൊടിയാ. അങ്ങനെ പൊടിയണ്ട, കുട്ടികൾ കുറച്ച് ശിക്ഷണത്തിൽ വളരുന്നത് നല്ലതാ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കുട്ടികളെ തല്ലുന്ന ശിക്ഷാർഹം. നിയമങ്ങൾ കൂടുന്നതിനനുസരിച്ചാ കുട്ടികൾ വഷളായി പോകുന്നത്. പ്രതാപേട്ടന് സ്കൂളിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ നാളെ പോയി ചോദിക്കും. തലയിരിക്കുമ്പോ വാലടണ്ടല്ലോ എന്ന് കരുതിയിട്ടാ, അല്ലെങ്കിൽ ഞാൻ ആ ടീച്ചറെ വീട്ടിൽ പോയി ചോദിച്ചേ. അതെന്തായാലും നന്നായി. ആലിസേ, ഒരു കുട്ടിയെ തല്ലണോന്ന് കരുതിയല്ല അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുന്നത്. നീ ഒന്ന് ആലോചിച്ചേ, ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ അത്രയും കുട്ടികളെയും ഒരേ രീതിയിൽ, ഒരേ ശബ്ദത്തിൽ, ഒരേ ഭാവപ്രകടനത്തിലാ അധ്യാപകർ പഠിപ്പിക്കുന്നത്. എന്നിട്ടും അതിൽ ചില കുട്ടികൾ തല്ല് വാങ്ങുന്നതും പഠനത്തിൽ പിന്നിൽ പോകുന്നതും അധ്യാപകന്റെ കുഴപ്പമാണോ? അതാ കുട്ടികളുടെ കുഴപ്പം തന്നെയാണ്. അത് തിരുത്തേണ്ടത് നമ്മളെപ്പോലുള്ള പാരന്റ്സാ. എന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച സ്കൂളിലെ നേച്ചർ ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ പ്രതാപേട്ടൻ പറഞ്ഞത് കുട്ടികൾ മാലാഖമാരാണ്, അവരെ ശിക്ഷിക്കുന്നവർ ശിക്ഷാർഹരാണ്, കുട്ടികളുടെ അവകാശങ്ങളും നിയമപരിരക്ഷയും എന്ന് വേണ്ട എന്തൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഒക്കെ മാറ്റി പറയുന്നു. അയ്യോ, പ്രസംഗിക്കുന്നൊന്നും പ്രാവർത്തികമാക്കാനുള്ളതല്ല, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. മോളെ തല്ലി ടീച്ചർ അങ്ങനെ വെറുതെ വിടാൻ പറ്റുകയില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യ്, കുട്ടിയെ തല്ലി ചതച്ചു എന്ന് കാട്ടി ഒരു പരാതി താ, ഞാൻ അന്വേഷിക്കാം. എന്താ മതിയോ? നമ്മുടെ ഒരേ ഒരു മോളല്ലേ, അവളെ തല്ലിയ ടീച്ചറിനോട് സ്കൂളിൽ ചെന്ന് അതൊന്ന് ചോദിക്കുമ്പോ മോൾക്കൊരു സന്തോഷാവും. അവൾക്ക് എന്ത് വന്നാലും ചോദിക്കാനും പറയാനും നമ്മളുണ്ടെന്നൊരു തോന്നലുണ്ടാക്കുന്നത് നല്ലതല്ലേ? അത്തരം തോന്നലുകൾ ഈ പ്രായത്തിൽ നല്ലതല്ല. ഇനി നീ ഇക്കാര്യത്തെ കുറിച്ച് മിണ്ടിയാൽ ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് കാട്ടി നിന്റെ പേരിൽ ഞാൻ കേസെടുക്കും. മോളെ കുറിച്ചൊരു വേവലാതി ഇല്ലാത്ത ദുഷ്ടനായ അച്ഛൻ. മോൾക്ക് സ്കൂളിൽ നിന്ന് 2 തല്ല് കിട്ടിയെന്ന് വെച്ച് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. ഇതൊക്കെ വേണ്ടാത്ത പ്രശ്നങ്ങളാക്കി വളർത്തി കുട്ടികളെ കൂടി വഷളാക്കുന്നത് നിന്നെ പോലുള്ള അമ്മമാരാ. എത്രമാത്രം വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളുടെ കാര്യത്തിൽ അവരിങ്ങനെ സ്വാർത്ഥരായിക്കൊണ്ടേയിരിക്കും. നീ പോയി ഭക്ഷണം എടുത്തു, ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. എടി ഉണ്ടക്കണ്ണി നോക്കാടി. എന്റെ മോളെ തല്ലി ടീച്ചറെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. എങ്ങോട്ടാ പോണ? സാറാണ് അവിടുത്തെ എസ് ഐ. എസ് ഐ ഞാനല്ല, എന്താ കാര്യം? ഞാൻ എസ് ഐയെ കാണാൻ വന്നതാ. കാര്യം എന്താണെന്ന് ഞാൻ എസ് ഐയുടെ അടുത്ത് പറഞ്ഞോളാം. എസ് ഐ കണ്ടിട്ട് എന്തിനാ? എസ് ഐ നമ്മുടെ സ്കൂളിൽ വന്നവൻ പറഞ്ഞതേ എന്താവശ്യമുണ്ടെങ്കിലും സ്റ്റേഷനിൽ വരാനാ. നീ SPC ലുള്ളതാ? എന്തോന്ന്? SPC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, കുട്ടി പോലീസ്. അതൊന്നും നമ്മുടെ സ്കൂളിലില്ല. എസ് ഐയുടെ മുറി ഏതാ? ദേ കേറി ചെല്ലുമ്പോ ഇടതുവശത്ത്. പക്ഷേ കാണേണ്ട കാര്യം എന്താണെന്ന് പറയാതെ നിന്നെ ഞാൻ അകത്തേക്ക് വിടില്ല. സാറ് വിടണ്ട, ഞാൻ പൊയ്ക്കോളാം. നിങ്ങളകത്ത് സാറേ
ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. സാറേ എന്നെ വിട്ട് ചോടിക്കരുത് അവൻ. സാർ കഴിഞ്ഞ ദിവസം നേച്ചർ ക്ലബിന്റെ ഉദ്ഘാടനത്തിനൊന്ന് എന്റെ സ്കൂളിലാ. ഞാൻ ഈ ആഴ്ച തന്നെ 3 സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൽ നീ പഠിക്കുന്ന സ്കൂൾ ഏതാ? ഗവൺമെന്റ് UP സ്കൂൾ. ആ, മനസ്സിലായി. അപ്പോ സാറ് പറഞ്ഞിരുന്നില്ലേ ഏത് സമയത്തും എന്താവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. അതിനൊരു നമ്പരും തന്നായിരുന്നില്ലേ? അതിൽ ഞാൻ ഇന്നലെ വിളിച്ചപ്പം കിട്ടിയില്ല. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് വന്നത്. ആ, എന്താ കാര്യം? കണക്ക് സാർ ഭയങ്കര അടിയാ സാറേ. ചെറുതായിട്ടൊന്ന് തെറ്റിയാൽ തന്നെ അപ്പ പുറത്തടിക്കും. നമ്മളിപ്പോ ഒരു 100 എഴുതുന്നു വെച്ചോ, അതിലൊരു 0 കുറഞ്ഞാൽ തന്നെ അപ്പ സാറ് മേത്തിട്ടടിക്കും. എടാ, 100 0 കുറഞ്ഞ 10 അല്ലേ? ഇത് പറയാനാണ് നീ ഇവിടെ വന്നേ? അതല്ല സാറേ, ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ജസ്റ്റ് കണ്ണും നടഞ്ഞുപോയി. അതിന് ഉറങ്ങുന്നെന്നും പറഞ്ഞ് എന്നെ ക്ലാസ്സിനകത്ത് മൊത്തം ഇട്ട് വലിച്ചയച്ചു. എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് മൊത്തം പൊട്ടി. എല്ലാരും ചിരിച്ച് ആകെ നാണക്കേടായി. എന്നിട്ട് എന്നെ ഡെസ്കിന്റെ മണ്ട കെട്ടിയെടുത്ത് ഏത്തോടിപ്പിച്ച്. സംഭവം ഞാനൊന്ന് ഉറങ്ങിപ്പോയതാണ്. എന്നാലും സാറ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സാറ് തന്നെയല്ലെന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞത് കുട്ടികളെ മാനസികമായും ശാരീരികമായും അധ്യാപകർ പീഡിപ്പിക്കരുതെന്ന്. എന്നെ തല്ലിയ സാറിനെ സാർ അറസ്റ്റ് ചെയ്തേ പറ്റൂ. നീ ഇപ്പൊ സ്കൂളിൽ പോ, വേണ്ട നടപടി ഞാൻ എടുത്തോളാം. ആ സാറിനെ പുറത്താക്കാതെ ഞാൻ അവിടെ നിന്ന് പോണ പ്രശ്നമില്ല. സെബാസ്റ്റ്യാ, സാറേ ഇവനെ തൂക്കിയെടുത്ത് വെളിയിട്ടാ. എന്നെ പുറത്താക്കിയ പരാതി തരാൻ വന്നതിന് പോലീസുകാരടിച്ചെന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിക്ക് കേസ് കൊടുക്കും. ഇവന്റെ രീതി വെച്ച് നോക്കുമ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും മടിക്കൂല. ഇതാരാ സാറേ? പരാതിക്കാരനാ, തല്ലിയ സാറിനെ അറസ്റ്റ് ചെയ്യണം. എന്താ മോന്റെ പേര്? റിങ്കു. ആഹാ, നല്ല പേരാണല്ലോ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? അയ്യേ, എന്തോന്നാ സാറേ ഇത്? ഇപ്പൊ ചന്തയെ പോലും ആരും എടാ പോടാന്ന് വിളിക്കൂല. ഇതൊരു സർക്കാർ സ്ഥാപനമല്ലേ സാറേ? ഷേ, കഷ്ടം. അയ്യേ, സോറി മോനെ. എന്താ മോന്റെ പിതാവിന്റെ പേര്? അതൊന്നും എനിക്കറിയത്തില്ല. അത് അമ്മയടുത്ത് ചോദിക്കണം. അമ്മ എവിടെയാ? പണിക്ക് പോയി. അമ്മയെ വിളിച്ച അമ്മ വരത്തില്ല. രക്ഷകർത്താവിന്റെ കോളത്തിൽ അങ്കിളിന്റെ പേരാ. ഓ, അങ്കിളുടെ ഫോൺ നമ്പർ ഉണ്ടോ? 3-4 നമ്പർ ഉണ്ട്. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഓർമ്മയുണ്ടോ? 9946796063. നിക്ക് ഒന്നുകൂടെ പറഞ്ഞേ. 9946796063. ആ, സബീനെ, സർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറ. പെട്ടെന്ന് വരാൻ പറയണം. സർ, റിങ്കുമോൻ സ്മാർട്ടാട്ടോ. അതെന്നോട് എല്ലാ ചേച്ചിമാരും പറയാറുണ്ട്. ചേച്ചി വേഗം പോയി വിളി ചേച്ചി. അങ്കിളിന് നല്ല തിരക്കുള്ളതാ. അല്ലെങ്കിൽ ഫോൺ ഇങ്ങോട്ട് ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. അങ്കിളെ, എന്റെ മുത്തേ, നീ പരാതി കൊടുത്തോടാ. മുഴുവനും കൊടുക്കണമെങ്കിൽ അങ്കിളും കൂടി വരണമെന്ന് പറഞ്ഞു. ഓഹോ, നീ മിടുക്കനാണ്. ഞാൻ 20-ാം വയസ്സിലാണ് ആദ്യമായി സ്റ്റേഷനിൽ കയറിയത്. നീ 12-ാം വയസ്സിൽ കയറിയില്ലേ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഞാനാണ് റിങ്കുമോന്റെ ഗാർഡിയൻ. ഐ മീൻ എന്റെ സഹോദരി പുത്രനാണ് ഈ കൊച്ചുമിടുക്കൻ. എന്റെ പൊന്നെ, ഇവന്റെ സ്വഭാവം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു നിന്നെപ്പോലെ ഒരുത്തനായിരിക്കും അവന്റെ അങ്കിളെന്നും. സർ, തന്റേതല്ലാത്ത കാരണത്താൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ എന്റെ ഒരേ ഒരു സഹോദരിയുടെ ഒരേ ഒരു മകനാണിവൻ. സാറിവനെ നോക്കൂ. ഒരു 12 വയസ്സുകാരന്റെ വളർച്ചയും ബുദ്ധിശക്തിയുമാണോ ഇവന്? എല്ലാം ഞാൻ തീറ്റ കൊടുത്തുണ്ടാക്കിയതാ. എന്റെ ഭാവി പ്രതീക്ഷ ഇവനിലാണ്. എന്റെ ജീവന്റെ ജീവനാണവൻ. ഇവനെയാണ് ആലവൻ. ആ മാശടിച്ച് കാലും കൈ പൊട്ടിച്ചത്. കാണിക്കടാ, കാണിച്ചു കൊടുറാ. അടിച്ചപ്പം പോലെ പൊള്ളിയ കാൽപ്പാടുകൾ കാണിച്ചു കൊടുറാ. അത് കണ്ട് എന്റെ ചങ്ക് തകർന്നു സാർ. മാസു ഇപ്പൊ ഇവനെ വിളിച്ചോണ്ട് പോ, ഞാൻ സ്കൂളിലൊന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ ഇവൻ പറഞ്ഞത് സാറിന് വിശ്വാസമായില്ലേ? അവന്റെ ശരീരത്തിൽ സംസാരിക്കുന്ന പാടുകൾ മതി, അത് മാത്രം മതി സാർ തെളിവിന്. റിങ്കു, എടുക്കണ പരാതി. ഒരു നിയമപാലകന്റെ മനസ്സാക്ഷി കണ്ണുകൊണ്ട് ഇവന്റെ പാടുകളേക്ക് നോക്ക് സാർ. അപ്പൊ വാസുവായിരുന്നല്ലേ ഇവന്റെ അങ്കിൾ? യെസ്, സാറാണോ എന്നെ ഫോൺ വിളിച്ചത്? ഒറ്റ വിളിയിൽ തന്നെ എനിക്ക് ആളെ പിടികിട്ടി. സബീന, ഈ പരാതി ഫയലിൽ വെച്ചോളൂ. എന്നിട്ട് നാളെ പരാതിയിൽ പറയുന്ന അധ്യാപകനെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കും. അങ്ങനെ വെറുതെ വിളിപ്പിച്ചാ പോരാ.
ഈ പിഞ്ച് കുഞ്ഞിനെ ക്ലാസ് റൂമിലിട്ട് വലിച്ചിഴച്ച അധ്യാപകനെതിരെ ശക്തമായ നടപടി എടുക്കണം. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് SI ആയ ഞാൻ തീരുമാനിച്ചോളാം. വാസു ഇപ്പൊ എവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ അതോ നിനക്കെതിരെ കേസ് ചാർജ് ചെയ്ത് ഞാൻ അകത്താക്കണോ? നമുക്ക് പോവാങ്ങളെ, വിശക്കാൻ തുടങ്ങി. ഇവനെ ഡെസ്കിൽ കയറ്റി നിർത്തി അപമാനിച്ച ആ അധ്യാപകനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ SP-ക്കും മന്ത്രിക്കും ഞാൻ പരാതി കൊടുക്കും. അറിയാലോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വിടില്ല ഞാൻ. സാറിന്റെ തൊപ്പി തെറിക്കും, ഇല്ലെങ്കിൽ ഞാൻ തെറിപ്പിക്കും. ഐസ്ക്രീം കുടിക്കാൻ പോവാം. അങ്കിളെ, ഓ, പോലീസിനെയാണോ കള്ളന്മാരെയാണോ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നീ ചോദിക്കേണ്ടത് തന്നെ ചോദിച്ചിരിക്കുന്നു മോനെ. ജനത്തിന് എന്ന് ഇഷ്ടം കള്ളന്മാരെ. എടാ, ഈ ആന എത്ര കണ്ടാലും നിനക്ക് കൗതുകം പോകും. ഇല്ല. അതുപോലെ ഈ കള്ളന്മാരും. കായംകുളം കൊച്ചുണ്ണി മുതൽ ഈ കള്ളം വാസു വരെ എത്തി നിൽക്കുന്ന കള്ളം പരമ്പര അതായി തെളിയിക്കുന്നത്. പക്ഷേ പോലീസുകാർക്കല്ലേ അധികാരം? നിന്റെ താഴെ പറഞ്ഞത്. എടാ, നീ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അയ്യാ വേണ്ട, സ്വന്തം പേര് മലയാളത്തിൽ എഴുതാൻ അറിഞ്ഞൂടാത്ത ഇവനാണ് പത്രം വായിക്കുന്നത്. എടാ, നീ TV-യിലൊക്കെ പറയണത് കേട്ടിട്ടുണ്ടാ? മന്ത്രിമാർ കോടികളുടെ അഴിമതി നടത്തുന്നത്. ആ വലിയ കള്ളന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിന്ന് സലോട്ട് അടിക്കുന്നവന്മാരാണ് പോലീസുകാരന്മാര്. പിന്നെ അവന്മാര് കിടക്കുമ്പോഴും പിടിക്കുമ്പോ പോലും പാറാവ് നിൽക്കണം. അപ്പൊ ആർക്കാ അധികാരം? കള്ളന്മാർക്ക്. അതാണ്. വേഗം നക്കി തിന്ന്. ഈ കള്ളന്റെ കാച്ച ഒരു കുരി തീർന്നത്. അങ്കിളെ, സാറിനെ അവർ അറസ്റ്റ് ചെയ്യൂ. ചെയ്യാതെ എവിടെ പോകാൻ? സാറിനെതിരെ പരാതി കൊടുത്തതിന് ഇനി എന്നെ ക്ലാസ്സിൽ കയറ്റൂ. കൂട്ടാ, ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് സ്കൂളുകളാണ്, അനുഭവങ്ങളാണ്. അതിന് നീ ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങും. എന്നിട്ട് ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. ആ സെൻസ് ഉണ്ടാവുമ്പോൾ നിനക്ക് അതിന്റെ സെൻസിബിലിറ്റി ഉണ്ടാകും. എന്നെ തല്ലിയ സാറിനിട്ടൊരു പണി കൊടുക്കണ്ടേ? പഠിപ്പിച്ച സാറിന് പണിയെടുക്കണം. നമുക്ക് പാത്തിരുന്ന് കല്ലെടുത്തെറിയടാ. പക്ഷെ അതൊന്നും നേരായ വഴിയല്ല. നമുക്ക് നിയമത്തിന്റെ വഴിയിലൂടെ അയാളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാം. മേലിൽ ഒരു കുഞ്ഞിന്റെ ദേഹത്തും ഒരു നുള്ളു പൊടി പോലെ അയാളിടരുത്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോവാടാ. നീ ധൈര്യമായിട്ട് ഐസ്ക്രീം നക്കി തിന്ന്. പ്രതാപേട്ടൻ ഒരാൾ കാരണം ഇന്നോളുള്ള ഒരു സ്കൂൾ പയ്യൻ പരാതിയുമായി സ്റ്റേഷനിൽ വന്നത്. ഞാൻ എന്ത് കാണിച്ചെന്നാ? കഴിഞ്ഞ ആഴ്ച അവരുടെ സ്കൂളിൽ പോയി പ്രസംഗിച്ചില്ലേ? പോലീസ് കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന്. നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും ധൈര്യസമേതം പോലീസ് സ്റ്റേഷനിൽ കയറി വരാം, അല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാന്നൊക്കെ. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞു. എങ്കിലും അവന്റെ പരാതി അനുസരിച്ച് നടപടി എടുക്കുമല്ലോ. അപ്പൊ വല്ല കുട്ടികളുടെയും കാര്യത്തിൽ പ്രതാപേട്ടന് വലിയ ഉത്തരവാദിത്വം അല്ലേ? സ്വന്തം മോളെ ടീച്ചർ തല്ലി കാല് പൊളിച്ചിട്ടും ഒരു കുലുക്കമില്ലായിരുന്നല്ലോ. അതുപോലാണോ ഈ കേസ്? പിന്നെ ഒരു പിഞ്ച് ബാലനെ അധ്യാപകൻ ക്ലാസ്സിലൂടെ വലിച്ചഴിച്ചു. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ഡെസ്കിൽ കയറ്റി നിർത്തി അപമാനിച്ചു. ശരീരത്തെക്കാൾ കുട്ടികളുടെ മനസ്സിനെയാ ഈ പ്രവർത്തികൾ മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ അധ്യാപകനെതിരെ ഞാൻ കേസെടുക്കുന്നത്. ആ കള്ളന്റെ പെങ്ങടെ കൊച്ചല്ലേ? ആ പാരമ്പര്യം കാണാതിരിക്കോ? ആ പയ്യൻ പറയുന്നത് മുഴുവൻ കള്ളമായിട്ടാ എനിക്ക് തോന്നുന്നേ. ആലിസേ, പിള്ള മനസ്സിൽ കള്ളമില്ല. ആ കള്ളം വാസുവിന്റെ ബാക്കിയാണെങ്കിൽ ഉറപ്പായിട്ട് കള്ളം കാണും. വാസു കള്ളനാണെങ്കിലും അവന് നല്ലൊരു പിഞ്ച് മനസ്സുണ്ട്. ആർക്ക്? കള്ളന്. സ്റ്റേഷനിൽ വന്ന് കയറി ഉടനെ അവനെ കസ്റ്റഡിയിൽ എടുക്കണമായിരുന്നു. ഏത് കേസിന്? അവനെതിരെ നമ്മുടെ സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു കേസുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിയമപരമായി അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ നമുക്കാവില്ല. കയ്യെ കിട്ടിയ കള്ളനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഒരു വകുപ്പുണ്ടാക്കാനാണോ പോലീസിന് ബുദ്ധിമുട്ട്? ഒരു നിയമപാലകന്റെ എത്തിക്സ് വിട്ട് പ്രവർത്തിക്കുന്നവനല്ല SI പ്രതാപേന്ദ്രൻ. കള്ളൻ വാസു അവന്റെ സഹോദരി പുത്രന്റെ ഗാർഡിയനായി പരാതിയുമായി വന്നവനാ. പരാതിക്കാരനെ കസ്റ്റഡിയിൽ എടുക്കുന്നതാണോ പോലീസിന്റെ മാന്യത? ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള വിഷയം ഒരു പിഞ്ച് ബാലനെ ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്ത അധ്യാപകനെതിരെ നടപടിയെടുക്കുക. നാളെ 2 കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. സാറേ, ആ പയ്യന്റെ പരാതി പറഞ്ഞിട്ടുള്ള മാഷില്ലേ, അദ്ദേഹം വന്നിട്ടുണ്ട്. വിളിക്കേ. ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ, നമസ്കാരം സാർ. സാറായിരുന്നു? സാറിനെതിരെയാണോ ഒരു പരാതി വന്നത്? സത്യമായിട്ട് സാറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പരാതി ഞാൻ വായിച്ചു നോക്കിയില്ല. സാറിരിക്ക്.
വേണ്ട പ്രതാപ, ഞാൻ പ്രതിയല്ലേ, ഇവിടെ നിന്നോളാം. സാർ അങ്ങോട്ട് ഇരിക്കൂ പ്ലീസ്. ആ പയ്യനും അവന്റെ അങ്കിളും സാറിനെതിരെ നടപടി വേണമെന്ന് ഒറ്റ വാശിയില്ല. സത്യത്തിൽ എന്താ പറ്റിയ സാറേ? ഇനിയിപ്പോ സത്യമൊക്കെ ആർക്ക് വേണം? കഷ്ടിച്ച് പെൻഷൻ ആകാൻ 6 മാസമേ ഉള്ളൂ. ഇപ്പൊ ഒരു സസ്പെൻഷൻ കിട്ടിയാ പിന്നെ ഇൻക്രിമെന്റ് അടക്കം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാൻ വൈകും. മോളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. പ്രതാപൻ എങ്ങനെയെങ്കിലും അവര് കേസ് കൊടുക്കാതിരിക്കാൻ ഒരു മാർഗം കാണണം. ചെയ്യാത്ത തെറ്റിനാ ശിക്ഷയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ആ കുട്ടിയോട് മാപ്പ് പറയാം. സാറിനെ പോലെ ഒരാള് അതൊന്നും വേണ്ട. സാർ ഇവിടെ ഇരിക്കെ, ഞാൻ അവരോടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്റെ സഹോദരി പുത്രൻ, എന്റെ ഭാവി വാഗ്ദാനം, ആദ്യമായി നൽകിയ പരാതിയിൽ ആദ്യമായി നടപടി ഉണ്ടായതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ് ഇവിടെ. ഈ ആഹ്ലാദം ആവശ്യമുള്ളവർക്കും പങ്കുവെക്കാം. ആ മാഷ് നേരത്തെ വന്നു, പക്ഷെ ഇടിയുടെ സൗണ്ട് ഒന്നും പുറത്ത് കേൾക്കുന്നില്ല. വാസു, താൻ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇവന്റെ ഭാവി കൂടി നശിപ്പിക്കരുത്. അത് നിങ്ങൾ പറയരുത്. ഇവന്റെ ഭാവി നശിപ്പിക്കലല്ല, ഇവന് ചരിത്രത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ചാൾസ് ശോഭരാജ്, ദാവൂദ് ഇബ്രാഹിം, എന്തിന് കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി, മീശമാധവൻ തുടങ്ങിയ മഹാന്മാരെയല്ലേ ജനങ്ങൾ ഓർത്തിരിക്കുന്നത്? ഏതെങ്കിലും പോലീസുകാരനെ ജനങ്ങൾക്ക് അറിയാമോ? നമ്മളെ പേരെന്താ? സെബാസ്റ്റ്യൻ. അതെ. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോക്കലിൽ പോലും പലർക്കും അറിയില്ല. പക്ഷെ ഈ കള്ളം വാസുവിനെ ഈ തിരുവനന്തപുരം ജില്ല മുഴുവനും അറിയാം. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറയുന്നവന്മാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ ഇവിടെ ഒരു പോലീസുകാരുമില്ലേ? വാസു സാർ, എനിക്കേറെ ബഹുമാനമുള്ള ഒരു അധ്യാപകന്റെ പേരില നീ ഈ പയ്യനും കൂടെ കേസ് കൊടുത്തിരിക്കുന്നത്. നീ അത് പിൻവലിച്ചു എന്ന് എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോ. സന്തോഷം. സാറ് പറയുന്നത് പോലെ ഞാൻ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഈ സാറിന്റെ മുന്നിൽ വെച്ച് എന്റെ ഇവന്റെയും കാല് പിടിച്ച് ആ സാറ് മാപ്പ് പറയാം. പറ്റോ? നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ പിടി മുഴുവനും ഞങ്ങളെ കയ്യിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചാൽ ആ മാഷിന് കൊള്ളാം. ഇല്ലെങ്കിൽ പോകേണ്ട റൂട്ട് ഞങ്ങൾക്കറിയാം. വാസു, മാനുഷിക പരിഗണന വെച്ച് നീ ആ സാറിന് മാപ്പ് കൊടുക്കും. ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ പൊതുമാപ്പ് വേണം. കൂട്ടത്തിൽ ഇനി ഇവനെ തല്ലില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരേം വേണം. അല്ലാത്ത ഒരു കോംപ്രമൈസിന് ഞങ്ങളില്ല. ഇതാണോ നിന്റെ അവസാന തീരുമാനം? ഇല്ലെങ്കിൽ പരാതിയുമായി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. പരാതി പറയാൻ വന്ന എന്റെ പിഞ്ചു ബാലകനെ SI സാറ് തല്ലി ചതച്ചതായിട്ട് ഞങ്ങൾ പരാതിയിൽ എഴുതി ചേർക്കും. അവര് സമ്മതിക്കുന്നില്ല സാറേ. സാർ അവരോട് ഇവിടെ വെച്ച് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നാ പറയുന്നത്. അത്രയും ഭാഗ്യം സ്കൂൾ അസംബ്ലി വെച്ച് പറയാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കാനുള്ള അത്യപൂർവമായ ഭാഗ്യം ലഭിച്ച അധ്യാപകനാ ഞാനെന്ന് അഭിമാനിക്കരുതോ? അവരെ വിളിക്ക്. അവരുടെ ഏത് ഡിമാൻഡും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാ. ഗതികേട് കൊണ്ടാ. എന്റെ പദവിയുടെ പരിമിതി സാറിന് അറിയാമല്ലോ. കേസ് ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ അത് സാറിന്റെ ജോലിയും ബാധിക്കും. അതുകൊണ്ടാ. അറിയാടോ സെബാസ്റ്റ്യൻ. എന്റെ കുറുപ്പ് സാറേ. അങ്കിളെ, എടാ വൃത്തികെട്ടവനെ, നിന്നെ തല്ലിയത് ഈ കുറുപ്പ് സാറാണെന്ന് എന്താണ് നീ എടുത്ത് പറയാത്തെ? അച്യുതൻ കുറുപ്പെന്ന് അങ്കിള് തന്നെയല്ലേ പരാതിയിൽ എഴുതിയത്? അത് ഈ കുറുപ്പ് സാറാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നു സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് ഉച്ച ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്ന ഈ സാറിനെ പോലുള്ളവർ തല്ലുന്നത് നീയൊക്കെ നന്നാവാൻ വേണ്ടിട്ടാ കേട്ടടാ. ഞാൻ ഇവനെ തല്ലിയിട്ടില്ല വാസു. കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ബോക്സ് മോഷ്ടിച്ചതിന് ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ എന്റെ കൈയും കാലം മുറിഞ്ഞതോ? അത് ഇവൻ കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കി വീണതാ. സാർ, ഞാൻ അറിയാതെ അടിക്കണം, എന്നെ അടിക്കരുത്.